ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷെയ്ഖ് ഡോക്ടർ സാലിഹ് അൽ ഫൗസാൻ ഹഫിദഹുല്ലാ നേരത്തെ വിവാഹം ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞതാണ് ഇപ്പോൾ വായിക്കാൻ പോകുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. ഷെയ്ഖ് ഡോക്ടർ സാലിഹ് അൽ ഫൗസാൻ ഹഫിദഹുല്ല പറഞ്ഞു, നേരത്തെ വിവാഹം ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളിൽ ഒന്നാണ് കണ്ണിന് കുളിർമ നൽകുന്ന സന്താനങ്ങളെ ലഭിക്കുക എന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങളുടെ കണ്ണുകൾക്ക് കുളിർമ നൽകുന്നവരെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഇത് സൂറത്തുൽ ഫുർഖാൻ 25-ാം അധ്യായം 74-ാം വചനാണ്. ഇണകളും സന്താനങ്ങളും കണ്ണിന് കുളിർമയാണ്. വിവാഹത്തിലൂടെ കണ്ണിന് കുളിർമ ലഭിക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അതിനാൽ യുവാക്കളെ വിവാഹത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നാണിത്. അതുപോലെ സന്താനങ്ങൾ ഈ ലോക ജീവിതത്തിൻ്റെ അലങ്കാരത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണെന്നും അള്ളാഹു അറിയിച്ചിരിക്കുന്നു. അള്ളാഹു പറഞ്ഞു, സമ്പത്തും സന്താനങ്ങളും ഐഹിക ജീവിതത്തിൻ്റെ ഈ ദുനിയാവിൻ്റെ അലങ്കാരമാണ്. ഇത് സൂറത്തുൽ കഹ്ഫിലെ 18-ാം അധ്യായം 46-ാം വചനാണ്. അതിനാൽ സന്താനങ്ങൾ ഈ ലോക ജീവിതത്തിൻ്റെ അലങ്കാരമാണ്. മനുഷ്യൻ അലങ്കാരം ആഗ്രഹിക്കുന്നത് പോലെ, സമ്പത്ത് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ സന്താനങ്ങളെയും ആഗ്രഹിക്കുന്നു. കാരണം ഈ ലോക ജീവിതത്തിൻ്റെ അലങ്കാരമെന്ന നിലയിൽ സന്താനങ്ങൾ സമ്പത്തിനോട് തുല്യരാണ്. ഇത് ഐഹിക ജീവിതത്തിലെ ഒരു ഗുണമാണ്. പരലോകത്തും സൽവൃത്തരായ സന്താനങ്ങൾ അവരുടെ മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദമിൻ്റെ സന്തതി മരണപ്പെട്ടാൽ അവൻ്റെ പ്രവൃത്തികൾ അവസാനിക്കും. 3 കാര്യങ്ങൾ ഒഴികെ: പ്രയോജനപ്പെടുന്ന വിജ്ഞാനം, തുടർന്നു കൊണ്ടിരിക്കുന്ന ദാനം, അല്ലെങ്കിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സൽവൃത്തനായ സന്താനം. അതിനാൽ സന്താനങ്ങൾ ഈ ലോകത്തും മരണാനന്തര ജീവിതത്തിലും മഹത്തായ ഗുണങ്ങൾ നൽകുന്നവരാണ്. ചെറുപ്പത്തിൽ വിവാഹം ചെയ്യുന്നതിലൂടെ സന്താനങ്ങൾ വർദ്ധിക്കുകയും അതിലൂടെ മുസ്ലിം ഉമ്മത്തും ഇസ്ലാമിക സമൂഹവും വികസിക്കുകയും ചെയ്യുന്നു. ഇസ്ലാമിക സമൂഹത്തിൻ്റെ നിർമ്മാണത്തിൽ പങ്കാളിയാകാൻ മനുഷ്യൻ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിവാഹം ചെയ്യുക. തീർച്ചയായും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ നിങ്ങളിലൂടെ എൻ്റെ സമൂഹം എണ്ണം വർദ്ധിച്ചതിൽ ഞാൻ അഭിമാനിക്കും. അതിനാൽ വിവാഹം അനേകം മഹത്തായ ഗുണങ്ങൾക്ക് കാരണമാകുന്നു. അവയിൽ ചിലത് നാം നേരത്തെ പരാമർശിച്ചതാണ്. ഈ ഗുണങ്ങളും അനുഗ്രഹങ്ങളും യുവാവിന് വ്യക്തമായി വിശദീകരിച്ചു കൊടുത്താൽ വിവാഹത്തിന് തടസ്സമാണെന്ന് അവൻ കരുതുന്ന പ്രശ്നങ്ങൾ അവൻ്റെ മുമ്പിൽ നിസ്സാരമായി മാറും. ചിലർ പറയാറുണ്ട്, ചെറുപ്പത്തിൽ നേരത്തെ വിവാഹം ചെയ്താൽ പഠനത്തിലും വിജ്ഞാന നേട്ടത്തിലും തടസ്സമാകും. ഇത് ശരിയല്ല. യാഥാർത്ഥ്യം ഇതിന് വിപരീതമാണ്. കാരണം വിവാഹത്തിലൂടെ ലഭിക്കുന്ന സമാധാനം, മനസ്സമാധാനം, ഹൃദയസന്തോഷം, കണ്ണിന് കുളിർമ എന്നിവ വിദ്യാർത്ഥിയെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. മനസ്സ് ശാന്തമാകുകയും ചിന്തകൾ ഉത്കണ്ഠകളിൽ നിന്ന് വിമുക്തമാകുകയും ചെയ്താൽ അത് വിജ്ഞാനം നേടാൻ വലിയ സഹായമാകും. അതേസമയം വിവാഹം ചെയ്യാതിരിക്കുക തന്നെയാണ് പലപ്പോഴും വിജ്ഞാന നേട്ടത്തിന് തടസ്സമാകുന്നത്. കാരണം ഉത്കണ്ഠയും മാനസിക അസ്വസ്ഥതയും നിറഞ്ഞ മനസ്സോടെ ഒരാൾക്ക് ശരിയായ രീതിയിൽ വിജ്ഞാനം നേടാൻ കഴിയില്ല. എന്നാൽ വിവാഹം ചെയ്താൽ മനസ്സ് ശാന്തമാകുകയും ആത്മാവ് സമാധാനത്തിലാവുകയും ചെയ്യും. അവന് അഭയം നൽകുന്ന ഒരു വീടും അവനെ സന്തോഷിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു ഭാര്യയും ലഭിക്കും. ഇതെല്ലാം വിജ്ഞാനം നേടാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. അള്ളാഹു സൗകര്യമൊരുക്കി വിവാഹം അനുയോജ്യമായി നടന്നാൽ അത് വിദ്യാർത്ഥിക്ക് വിജ്ഞാന നേട്ടത്തിൻ്റെ പാത കൂടുതൽ എളുപ്പമാക്കുന്നതായിരിക്കും. ചിലർ കരുതുന്നത് പോലെ അതിന് തടസ്സമാവുകയില്ല. അതുപോലെ ചിലർ പറയാറുണ്ട്, ചെറുപ്പത്തിൽ വിവാഹം ചെയ്താൽ ഭാര്യയുടെയും മക്കളുടെയും ചെലവുകൾ
യുവാവിന് വലിയ ഭാരമാകും. ഇതും ശരിയല്ല. കാരണം വിവാഹത്തോടൊപ്പം അള്ളാഹുവിൻ്റെ അനുഗ്രഹവും നന്മയും വരുന്നു. വിവാഹം അള്ളാഹുവിനെയും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കുന്ന ഒരു ആരാധനയാണ്. അള്ളാഹുവിനോടുള്ള എല്ലാ അനുസരണത്തിലും നന്മയുണ്ട്. അതിനാൽ ഒരു യുവാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അനുസരിച്ച് അള്ളാഹു വാഗ്ദാനം ചെയ്ത നന്മ പ്രതീക്ഷിച്ചുകൊണ്ട് ആത്മാർത്ഥമായ നീയത്തോടെ വിവാഹം ചെയ്താൽ ആ വിവാഹം അവന് നന്മയുടെ കാരണമാകും. ഉപജീവനം അള്ളാഹുവിൻ്റെ കൈകളിലാണ്. അള്ളാഹു അസ്സ വജൽ പറയുന്നു, ഭൂമിയിൽ സഞ്ചരിക്കുന്ന ഒരു ജീവിയുമില്ല, അതിൻ്റെ ഉപജീവനം അള്ളാഹുവിൻ്റെ ബാധ്യതയിലല്ലാതെ. ഇത് സൂറത്ത് ഹൂദ് 11-ാം അധ്യായം 6-ാം വചനാണ്. നിനക്ക് വിവാഹം എളുപ്പമാക്കിയ അള്ളാഹു നിനക്കും നിന്റെ സന്താനങ്ങൾക്കും ഉപജീവനം എളുപ്പമാക്കും. അള്ളാഹു പറയുന്നു, നിങ്ങൾക്കും അവർക്കും നാം തന്നെയാണ് ഉപജീവനം നൽകുന്നത്. ഇത് സൂറത്ത് അൻആമിലെ 6-ാം അധ്യായം 151-ാം വചനാണ്. അതിനാൽ ചിലർ കരുതുന്നത് പോലെ വിവാഹം യുവാവിൻ്റെ കഴിവിന് അതീതമായ ഭാരമല്ല. വിവാഹത്തോടൊപ്പം നന്മയും അനുഗ്രഹവും വരുന്നു. വിവാഹം മനുഷ്യരിൽ അല്ലാഹു നിശ്ചയിച്ച ഒരു സ്ഥിരമായ സുന്നത്താണ്. അത് ഭയപ്പെടേണ്ട ഒരു ദുരന്തമോ ഭീകര സ്വപ്നമോ അല്ല. മറിച്ച് ആത്മാർത്ഥമായ നിയത്തുള്ളവർക്ക് അത് നന്മയുടെ കവാടങ്ങളിൽ ഒന്നാണ്. വിവാഹത്തിൻ്റെ വഴിയിൽ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന തടസ്സങ്ങളെ സംബന്ധിച്ചിടത്തോളം അവ മനുഷ്യർ തന്നെ സൃഷ്ടിച്ച ദുഷ്പ്രവണതകളാണ്. വിവാഹം എന്നത് അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ഇത്രയധികം ബുദ്ധിമുട്ടുകളും ചെലവുകളും ആവശ്യപ്പെടുന്ന ഒന്നല്ല. ഉദാഹരണത്തിന് അമിതമായ മെഹർ, ആവശ്യത്തിനപ്പുറമുള്ള ആഘോഷങ്ങൾ, അനാവശ്യമായ മറ്റു ചെലവുകൾ, ഇവക്കൊന്നും അല്ലാഹു യാതൊരു തെളിവും അവതരിപ്പിച്ചിട്ടില്ല. മറിച്ച് ഇസ്ലാം വിവാഹത്തിൽ എളുപ്പമാക്കലാണ് ആവശ്യപ്പെടുന്നത്. അതിനാൽ വിവാഹത്തിൻ്റെ വഴിയിൽ ആളുകൾ സൃഷ്ടിച്ചിരിക്കുന്ന ഇത്തരം ആചാരങ്ങളും അമിത ചെലവുകളും അവരുടെ ആൺമക്കൾക്കും പെൺമക്കൾക്കും ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നും അവ അവരുടെ നന്മക്കുള്ളതല്ലെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഗൗരവമായി ഇടപെടാനും സമൂഹം ശ്രദ്ധിക്കണം. അപ്പോഴാണ് വിവാഹത്തിൻ്റെ വഴിയിലുള്ള ഈ തടസ്സങ്ങൾ നീങ്ങിപ്പോകുകയും വിവാഹം വീണ്ടും അതിൻ്റെ ലാളിത്യത്തിലേക്കും എളുപ്പത്തിലേക്കും മടങ്ങി വരികയും ജീവിതത്തിൽ അതിൻ്റെ യഥാർത്ഥ പങ്ക് നിർവഹിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മെ എല്ലാവരെയും വിജയവും സന്മാർഗദർശനവും നൽകി അനുഗ്രഹിക്കട്ടെ. മുസ്ലിങ്ങളുടെ അവസ്ഥ നന്നാക്കട്ടെ. മുസ്ലിം യുവാക്കളെ നന്മയിലേക്ക് നയിക്കട്ടെ. മുസ്ലിങ്ങൾക്ക് അവരുടെ സ്ഥാനവും അഭിമാനവും മഹത്വവും തിരിച്ചു നൽകട്ടെ. ആദ്യകാലത്ത് അള്ളാഹു അവർക്ക് മഹത്വം നൽകിയതുപോലെ അത് വീണ്ടും അവർക്ക് തിരിച്ചു നൽകുകയും അവരുടെ കാര്യങ്ങൾ നന്നാക്കുകയും ചെയ്യട്ടെ എന്ന് നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അള്ളാഹു പറയുന്നു, മഹത്വം അള്ളാഹുവിനും അവൻ്റെ ദൂതനും സത്യവിശ്വാസികൾക്കുമാണ്, എന്നാൽ കപടവിശ്വാസികൾ അത് അറിയുന്നില്ല. സൂറത്തുൽ മുനാഫിഖൂനിലെ 63-ാം അധ്യായം 8-ാം വചനാണ്. അള്ളാഹു മുസ്ലിങ്ങൾക്ക് അവരുടെ ദീനിനെക്കുറിച്ച് ശരിയായ ഉൾക്കാഴ്ച നൽകുകയും അവരുടെ ശത്രുക്കളുടെ തിന്മയിൽ നിന്ന് അവരെ കാത്തുരക്ഷിക്കുകയും ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹവും സമാധാനവും നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ സഹാബിമാരുടെയും മേലും ഉണ്ടാകട്ടെ. സർവസ്തുതിയും ലോകങ്ങളുടെ രക്ഷിതാവായ ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിനാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഷെയ്ഖിൻ്റെ അറബി പദങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.